ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചും ആയിട്ടുള്ളതും അതുപോലെ തന്നെ പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പമാണ്. അപ്പോൾ ഇതുവരെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ്, സിമ്പിളുമാണ്. ഉള്ളൊക്കെ നല്ല ഓട്ടയായിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് പച്ചരിയുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇഡ്ലി റൈസാണ്. ഏതൊരു പച്ചരി കൊണ്ടും നമുക്ക് ഈ വട്ടയപ്പം തയ്യാറാക്കാം. ഇഡ്ലി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ ഒരുപാട് പഴകിയ പച്ചരി എടുക്കരുത്. അത്യാവശ്യം പുതിയൊരു പച്ചരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പം ഞാനിത് രാത്രിയാണിത് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 6 മണിക്കൂർ ഒരു 7 മണിക്കൂറൊക്കെ കുതിരാൻ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം രാത്രി തന്നെ ഇത് കുതിരാൻ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതേ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 3/4 ഭാഗത്തോളം അരി ചേർത്ത് കൊടുക്കാം. കഴുകി ഇത് ഊറ്റി വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മളിതിങ്ങനെ ഊറ്റിയതിന് ശേഷം കൈകൊണ്ടിങ്ങനെ വാരിയിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ തന്നെ 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ആദ്യം ഇത് അരച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടാണ്, കട്ടിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് അരച്ചപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് പാത്രത്തിലേക്ക് ഇടുമ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിതിലേക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരവ് ലൂസായി പോന്നോളും. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങയല്ല ചേർക്കുന്നത്, തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങാപ്പാലിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. അവസാനം എത്ര തേങ്ങാപ്പാൽ എടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 250 ml കപ്പിൽ 3/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് അരച്ചിട്ടുള്ളത്. അതിലൊരു 1/4 ഭാഗം അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 സ്പൂണ് ഇതേപോലത്തെ സ്പൂണിന് 2 സ്പൂണ് നമ്മൾ അരച്ച മാവ് ഒരു സോസ് പാനിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കപ്പി കാച്ചി എടുക്കാം. ഏകദേശം 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് മാറ്റിയിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമല്ലോ. ആ ചൂടായി വരുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ മാവ് നന്നായിട്ട് വേഗം വേണം കേട്ടോ. വേഗാതെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഇത് കുറുക്കിയെടുക്കരുത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ചൂടായി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാം. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുകയും ചെയ്യും, വേഗവും ചെയ്യും കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കുറുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടയാകണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ തന്നെ കുറുക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. തണുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല, കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ചൂടാറിയിട്ടാണല്ലോ നമ്മൾ അരക്കുന്നത്. ആ സമയത്ത് ഇത് നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ മാവ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരച്ച ആ മിക്സിയുടെ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് തന്നെ നമ്മൾ ഈ മാവ് കുറുക്കി വെച്ചിട്ടുള്ള നമ്മൾ കപ്പി കാച്ചിട്ടുള്ള ഈ മാവ് ചേർത്ത് കൊടുക്കുക. മാവ് മുഴുവനായും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് 250 ml കപ്പിൽ 1/2 കപ്പ് ചോറാണ്. ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. വെളുത്തരിയുടെ ചോറാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം നല്ല വെള്ള കളറിലിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള അരിയും 1/2 കപ്പ് ചോറും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത്. ഈസ്റ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
1 കപ്പ് പാലാണ് ബാക്കിയുള്ളത്, അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ, മൊത്തം 1.25 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിയുടെ അളവാണ് പറയുന്നത്. 1.25 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച മാവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം നമുക്ക് ഞാൻ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നത് സ്നാക്കായിട്ട് ചായക്കൊപ്പമൊക്കെ കഴിക്കാനോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനോ ഒക്കെ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അരച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ മധുരത്തോട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറി കൂട്ടി കഴിക്കണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം, കറി ഇല്ലാതെ സ്നാക്കായിട്ട് കഴിക്കണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിതൊരു 4 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് ഇനി കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാ ചേരുവയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ഇനി ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയം തന്നെ നമ്മൾ കുറച്ച് വെള്ളം അപ്പച്ചെമ്പിൽ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് അല്പം ഓയിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പാത്രം ആ ആവി വരുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ. ഞാനൊരു പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു 1-2 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിലും വെക്കുക. നന്നായിട്ട് അങ്ങോട്ട് ആവി അതിൽ കയറിയതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അത് അപ്പം വേകുന്ന സമയത്ത് നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതേപോലെ ഞാൻ 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി കൊണ്ട് ഇതേപോലെ 3 എണ്ണമാണ് എനിക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളത്. 2 എണ്ണം കേക്ക് ടിന്നിലും 1 എണ്ണം സാധാരണ സ്റ്റീൽ പ്ലേറ്റിലുമാണ് വലുതായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വട്ടയപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ ക്രിസ്മസിനൊക്കെ നിങ്ങൾ വട്ടയപ്പം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൊണ്ടു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണെന്ന്. കണ്ടോ, നല്ല നന്നായിട്ടിത് ഫ്ലെക്സിബിളായിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളകുന്നുണ്ട്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 3 എണ്ണം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു അടിപൊളി വട്ടയപ്പമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.